കണ്ട ചില വചനങ്ങൾ. ഒന്ന് സൂറത്ത് സുമർ 39-ാം അധ്യായം 28-ാം സൂക്തമാണ്. ഖുർആനൻ അറബിയൻ, അറബിയിൽ അവതരിച്ചു എന്ന് കാണാം. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ ആദ്യ ഭാഗം ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ, നാം അറബിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഖുർആനിനെ. രണ്ടിടത്തും പറഞ്ഞത്, ഒരിടത്ത് പറഞ്ഞത് ലഅല്ലക്കും തഅഖിലൂൻ, ബുദ്ധി വികാസം സൃഷ്ടിക്കാൻ കഴിയുന്നത്, ഉണ്ടാകുന്നത്, എളുപ്പത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത് അറബി ഭാഷയിലാണ് ഇതര ഭാഷകളെക്കാൾ എന്ന് തന്നെ പറഞ്ഞിരുന്നു. മറ്റൊന്ന് സൂക്ഷ്മതക്ക് ലഅല്ലഹും യത്തഖൂൻ, ലഅല്ലഹും യത്തഖൂൻ അറബിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഗൈറ ദീ ഇവജ്, അതാണ് അവിടെ അടിവരയിടുന്ന പദം. ഗൈറ ദീ ഇവജ് അറബിയിൽ അവതരിച്ചത്. അറബി ഭാഷയാണ് വക്രതയില്ലാത്ത ഭാഷ. ഇതിനെ വക്രതയില്ലാത്ത ഭാഷയിൽ അവതരിപ്പിച്ചു. ലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷ്മത പാലിക്കാൻ. അതിനെ സൂക്ഷ്മത പാലിക്കാൻ വക്രതയില്ലാത്ത ഭാഷ. വക്രതയുള്ള ഭാഷയിലായിരുന്നുവെങ്കിൽ 1400 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യത്തിൽ ഇന്ന് വേറെന്തൊക്കെയോ അർത്ഥമായി പോവുകയായിരുന്നു. അപ്പൊ ആ സൂക്ഷ്മത നഷ്ടപ്പെട്ടു. അന്ന് പറഞ്ഞ കാര്യം ഇന്ന് ഉണ്ടാവില്ല. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ അതേ തനിമ, അത് എത്ര വളർന്നാലും, ഭാഷ കുറെ വളർന്നു അതിനുശേഷം, എന്നിരുന്നാലും അതിന്റെ ബേസിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അതിന്റെ വക്രത ഇല്ലായ്മ, ന്യൂനതയില്ലാതെ അന്യൂനമായ ഭാഷയാണ്. അതുകൊണ്ടാണ് കാലാതിവർത്തിയായി നിലനിൽക്കുന്ന ഭാഷയാവണം ഇതിന്. എങ്കിലേ കാലാതിവർത്തിയായി സൂക്ഷ്മത പുലർത്താൻ ആളുകൾക്ക് സാധിക്കും, ഈ വചനത്തിന് സാധിക്കുള്ളൂ. അതാണ് ഖുർആനിന്റെ ഭാഷാ വൈഭവം കൂടെയാണ് അതിൻ്റെ വശ്യത എന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ പാരായണ സംബന്ധമായ അല്പം ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാരായണ വശ്യത എന്ന് പറയുമ്പോൾ ഏറ്റവും ഭംഗിയായി നിയമാനുസൃതം, നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, തജ്വീദ് എന്നാണല്ലോ പറയാ, തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പാരായണമാകുമ്പോൾ ഏറെ വശ്യതയുണ്ടാകുന്നു. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലൊരു ആയത്തുണ്ട്. ചിലരൊക്കെ ചോദിക്കലുണ്ട്, ഖുർആൻ അങ്ങനെ ഓതണം എന്നുള്ളതിന് എന്തോ തെളിവുണ്ടോ, ഖുർആനിൽ എന്തോ തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഖുർആനോട് എന്തോ ഒരു ഇഷ്ടക്കേടുള്ള പോലെ ചോദ്യം കേട്ടാൽ അങ്ങനെ ചിലർ ചോദിക്കുക. അങ്ങനെ എന്തോ തെളിവ്, അങ്ങനെ ഓതണം എന്തോ തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ എങ്ങനെയെങ്കിലും ഓതാൻ നല്ല എന്നാൽ എങ്ങനെയെങ്കിലും ഓതിയാൽ മതി അങ്ങനെ പറയുമോ? നമ്മൾ ആമുഖമായി പറഞ്ഞ പ്രയോഗം, ഇത് പ്രപഞ്ചനാഥനായ അള്ളാന്റെ കലാമാണ്. ആ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കലാമിന് ശബ്ദം നൽകാൻ അനുഗ്രഹം കിട്ടിയവരാ ഞാനും നിങ്ങളും. അത് നല്ലപോലെ തന്നെ പറഞ്ഞു കൊടുക്കണം ആൾക്കാരുടെ മുമ്പിൽ. മോശമാക്കി പറയാൻ പാടില്ല, തെറ്റായ അക്ഷരങ്ങളോടുകൂടി പറയാൻ പാടില്ല. അള്ളാന്റെ കലാമാണ്. നാട്ടുപ്രമാണിയായ ഒരാൾ സംസാരിച്ച കാര്യം നാളെ വേറൊരാൾ എടുത്തു പറയുമ്പോൾ ഒരു വാക്ക് മാറിപ്പോയാലോ ഒരു അക്ഷരം തെറ്റിപ്പോയാലോ ഒക്കെ പിറ്റേന്ന് ഇവിടെ യുദ്ധം നടക്കൂലേ? മാറ്റി പറഞ്ഞെന്നറിയില്ലേ, തെറ്റിച്ച് പറഞ്ഞെന്നറിയില്ലേ? ആരെ വാക്കാ എടുത്ത് ഉദ്ധരിച്ചെന്നറിയോ? എന്നിട്ട് തെറ്റിച്ചില്ലേന്ന് പറയില്ലേ? എന്നാൽ ഇതിന്റെ ഒക്കെ അപ്പുറത്താണല്ലോ അള്ളാന്റെ കലാം പറയുമ്പോൾ ഒരു സൂക്ഷ്മതയും വേണ്ട. അതങ്ങനെ ഓതിയാലൊക്കെ അങ്ങനെ മതിയോ, ഓതിയാൽ അത്ര വലിയ കൂലിയൊന്നും അല്ലെങ്കിലും ഇല്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അലിഫിന് കൂലിയുണ്ട്, ലാമിന് കൂലിയുണ്ട്, മീമിന് കൂലിയുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ അത് അലിഫ് തന്നെ ആകണം, ലാമ് തന്നെ ആകണം, മീമ് തന്നെ ആകണം. അതുകൊണ്ട് അങ്ങനെ ഓരോ അക്ഷരം വെച്ച് പോലും പ്രവാചകൻ പഠിപ്പിച്ചത് 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് വരെ പഠിപ്പിച്ചു ഓരോ അക്ഷരത്തിന്റെ പ്രതിഫലത്തെ കുറിച്ച്. ഇപ്പൊ പാരായണത്തിൽ സൂക്ഷ്മത വേണം എന്നാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്. ഖുർആനിലെ സൂറത്ത് ബഖറയിലെ വചനം എന്താണെന്നറിയോ? അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതി ഉലൈക യുഅ്മിനൂന ബി. അല്ലദീന ആതൈനാഹുൽ കിതാബ, നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ള ആളുകൾ, യത്ലൂനഹു, അവർ അതിനെ തിലാവത്ത് ചെയ്യുന്നു. ഉലൈക യുഅ്മിനൂന ബിഹി, അല്ല പിന്നെയോ അങ്ങനെ പറഞ്ഞില്ല. ഉലൈക യുഅ്മിനൂന ബിഹി, അവരാണ് അതിൽ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞില്ല. പ്രയോഗം നോക്കണം, ഏതാണ് അതിനിടക്ക് ചേർത്ത പദം? ഹഖ്ഖ തിലാവതിഹി, എങ്ങനെയാണോ
തിലാവത്ത് നടത്തേണ്ടത് അങ്ങനെ തിലാവത്ത് ചെയ്യുന്നവരാണ്. തിലാവത്തിന്റെ മുറപ്രകാരം തിലാവത്ത് നടത്തുന്നവരാണ് അതിൽ യഥാർത്ഥത്തിൽ വിശ്വാസമുള്ളവർ. ഓതുന്നതിൻ്റെ ഇടക്ക് വർത്താനം പറയുക, വേറെന്തെങ്കിലും കാര്യമൊക്കെ ആലോചിക്കുക, ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ചർച്ചക്കിടയിൽ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക, അതൊന്നും ഹക്ക തിലാവത്തല്ല. അക്ഷരം തെറ്റിച്ച് അത് ഹക്ക തിലാവത്തല്ല. ഹക്ക എന്ന പ്രയോഗം പ്രധാനമായും 2-3 സ്ഥലങ്ങളിലാണ് കണ്ടത്. ഒന്നെന്താണെന്നറിയോ? ഖുതുബയിലൊക്കെ കേൾക്കല്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. അല്ലാഹനെ സൂക്ഷിച്ചാ പോരെ. എങ്ങനെ സൂക്ഷിക്കണം? എങ്ങനെയാണോ സൂക്ഷിക്കേണ്ടത് അങ്ങനെ സൂക്ഷിക്കണം. മറ്റൊരു സ്ഥലത്ത് അല്ലാഹുലേക്ക് എന്ന് ചേർത്ത് പറഞ്ഞു, വമാ ഖദറുല്ലാഹ. അവർ അല്ലാഹനെ കണക്കാക്കിയിട്ടില്ല, അങ്ങനെ തീർത്തില്ല. എങ്ങനെ കണക്കാക്കിയില്ല? ഹഖ്ക ഖദരിഹി. അല്ലാഹനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയില്ല. അതാണ് പ്രശ്നം. പിന്നെ ഒരു സ്ഥലം ഇതാണ്, യത്ലൂനഹു ഹഖ്ക തിലാവതിഹി. അവർ അതിനെ തിലാവത്ത് ചെയ്യേണ്ട വിധത്തിൽ തിലാവത്ത് ചെയ്യുന്നു. അതിന്റെ പഠനം, അതിന്റെ വായന, അതിന്റെ പ്രാവർത്തിക തലം എല്ലാം അതിനകത്ത് ഉൾച്ചേരുന്നു. അങ്ങനെ ഖുർആനാണ്. അല്ലാതെ എങ്ങനെ എണീറ്റ് നിന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ആരോടാ എന്താ ഈ പറഞ്ഞത് ആർക്കും അറിയില്ല. ഇത് പ്രപഞ്ചനാഥന്റെ കലാമാണെന്ന് ഒരാളുടെ മുമ്പിൽ ഇങ്ങനെയാണ് ചൊല്ലിക്കൊടുത്താൽ എന്താ ചങ്ങായി, എന്തോ ഒരു സാധനം, ഒരു ഭംഗിയില്ല. എന്താ ഇപ്പൊ ചൊല്ലി? ഒന്നുമില്ല, ഒരു വശ്യതയില്ല, ഒരു വശ്യതയുമില്ല. അള്ളാന്റെ കലാമ് വായിക്കുമ്പോൾ അതിന് പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് കണ്ടീഷൻ ഉണ്ട്. സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ഉസ്താദുമാരെ, ഞാൻ ആരെയും പ്രയാസപ്പെടുത്താൻ പറയല്ല. പലപ്പോഴും അങ്ങനെയൊക്കെ പറയാറുണ്ട്. എനിക്ക് ഓതാനും പറ്റൂല എന്നൊക്കെ പറയും. ഞാനിപ്പോ ഓതൽ നിർത്തി എന്നൊക്കെ ചിലർ പറയല്. ചില ഉമ്മമാര് ചോദിച്ചിട്ടുണ്ട്, പഠിതാക്കൾ സൂറത്ത് യാസീൻ ഇങ്ങനെ പഠിപ്പിച്ച സമയത്തെ യാസീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓതുമ്പോ പുരയെന്ന് ഉമ്മ ചോദിക്കുക, പ്രായമായ ഉമ്മ ചോദിക്കുക, 40-40 വയസ്സായ മോനോടാ ചോദിക്കുന്നത്, അല്ല മോനെ ഇനി ഇത്രയും കാലം വേഗം ഓതലുണ്ട്, ഇപ്പം ഈ ക്ലാസ്സിൽ പോയാൽ തുടങ്ങിയാൽ എനിക്ക് ഓതാൻ അറിഞ്ഞൂടാണ്ടായിക്കോന്ന് അയച്ച് കിട്ടാണ്ടായിക്കോന്ന്. കാരണം അത് അതുവരെ കേട്ടത് അങ്ങനെ യാസീൻ ഖുർആൻ കേൾക്കും. ഏറെ പോയാലും നമ്മളെ നാട്ടിലൊക്കെ അവിടെയൊക്കെ മരിച്ചെടുത്ത് പോയാൽ കുറേ യാസീൻ സ്പീഡ് കേൾക്കാനും ഒറ്റ സമയം കൊണ്ട് എന്നിട്ട് പ്രാർത്ഥനക്കൊക്കെ നിൽക്കാൻ നേരം ഉണ്ടായിരുന്നു. ഫാത്തിഹ യാസീനൊക്കെ ഓതിയിട്ട് പ്രാർത്ഥനക്കൊക്കെ സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇയാൾക്ക് അതില്ല. അങ്ങനെ നമ്മുടെ പാരായണം ഒരു ഓട്ടം അങ്ങനെ പറ്റൂല. ഖുർആൻ ഓതി തീർക്കുന്നതിനുള്ള കൂലിയേക്കാൾ നോക്കൂ നിങ്ങൾ, യത്ലൂനഹു ഹഖ്ക തിലാവതിഹി. തിലാവത്തിന്റെ ഹഖ്ക തിലാവത്തായിരിക്കണം, മുറപ്രകാരമുള്ള പാരായണമായിരിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മറ്റേ ആൾ എത്ര നേരം ഓതി തീർന്നില്ലേ ഇപ്പൊ ഫാത്തിഹ? മറ്റേ ആള് അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. എന്താ ഈ പറയുന്നത്? സർവസ്തുതിയും റബ്ബുൽ ആലമീനാണ്. എന്തുകൊണ്ട്? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹ്ക്കാണ്. എന്തുകൊണ്ട് എന്ന് 4 കാരണമായി ഇനി പറയുന്നത്. അത് അടിവരട്ട് എണ്ണി മനസ്സറിഞ്ഞുകൊണ്ട് പറയാ, ഹൃദയം അറിഞ്ഞുകൊണ്ട് പറയാ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീൻ ആയതുകൊണ്ട് സർവസ്തുതിയും അവനാണെന്ന് പ്രഖ്യാപിക്കുക. അറിയാണ്, സുഖാണ്, സന്തോഷാണ്. അർ-റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമും ആയതുകൊണ്ട് മാലികി യൗമിദ്ദീൻ, കുടുങ്ങാൻ പോണ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അവൻ. അങ്ങനെയുള്ളവന് സർവസ്തുതിയൊന്ന് ഓർക്കാനുള്ള ഒരു സമയം തന്നെയെങ്കിലും വേണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം آمين. وهذه سورة الفاتحة حق تلاوة الفاتحة. ഞാനൊന്ന് ഫാത്തിഹ ഓതി നിസ്കരിച്ചു നോക്കാൻ എന്ത് സുഖം ഉണ്ടാവും. അതിന് നേരം വേണ്ടല്ലേ? അടുപ്പത്ത് വെച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കാൻ പോയത്. മോളെ നോക്കണേ എന്നും പറഞ്ഞ ഒറ്റ പോക്ക. അതിൻ്റെ ഇടയ്ക്ക് ഈ ഇത് തിളച്ചു തുകണമൊക്കെ കേൾക്കുന്നുണ്ടാവും. എന്നിട്ട് വന്നിട്ട് ചീത്ത അറിയാനാ ബാക്കി. ആ ചീത്ത ഒക്കെ ആലോചിച്ചാൽ നിസ്കരിച്ചത്.
നമ്മളെ നിസ്കാരമില്ല, പാലുമില്ല, ചായയില്ല, ചോറുമില്ല, ഒന്നുമില്ല. ഈ അവസ്ഥയാണ്. ഇപ്പം വിശുദ്ധ തല എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടർന്ന് പോകുക എന്നോട് ഒരായത്ത് ഓതിയാൽ അടുത്ത വേറെ വർത്താനം, പിന്നെ രണ്ടാമത്തെ ആയത്ത്, പിന്നെ ഒരു വർത്താനം, പിന്നെ മൂന്നാമത്തെ ആയത്ത്, അങ്ങനെ ഒന്നും ഓതാൻ പറ്റില്ല അല്ലേ? പിന്നെന്താ പറഞ്ഞത്? അതിനെ തുടർന്ന് ഇങ്ങനെ വരികയാണ്. ഇതിങ്ങനെ നടക്കണം, തുടർന്ന് ഇങ്ങനെ വരണം. അതാ വിശുദ്ധ ഖുർആൻ. ഒരായത്ത് ഓതി പിന്നെ വർത്താനം പറയും, പിന്നെ അടുത്ത ആയത്ത് ഓതണം. അല്ലെങ്കിൽ തൽക്കാലം നിർത്തിയേക്കുക, എന്നിട്ട് വർത്താനം തീർത്തിട്ട് ഇങ്ങോട്ട് വരിക. മറ്റേ ദിക്ർ എല്ലും പോലെ പറ്റൂല. ദിക്ർ ഇങ്ങനെ എണ്ണും പോലെ അതിൻ്റെ ഇടക്കെല്ലാം പറയും പടച്ചോൻ ആകെ അടങ്ങാറാവും. ഈ എണ്ണത്തിൽ വർത്താനവും വിട്ടുകയും പടച്ചോൻ അടങ്ങാറാകുന്ന മട്ടത്തിലാണ്. അപ്പൊ അങ്ങനെയൊന്നുമല്ല വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യേണ്ടത്. ഹഖ്ഖ തിലാവതിഹി. എന്താണ് തിലാവത്തുൽ ഹഖ്? ഒന്ന് രണ്ട് എളുപ്പ വഴികൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹഖ്ഖ തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ബിഫഹ്മിൽ മഅന വൽ അമൽ ബിഹി. അത് നമ്മൾ നേരത്തെ ഇതുവരെ പറഞ്ഞു. അതിന്റെ ആശയ വൈഭവത്തെ, ആശയത്തെ, അർത്ഥതലത്തെ മനസ്സിലാക്കുക, എന്നിട്ടത് പ്രാവർത്തികമാക്കുക. അതാണ് ഖുർആൻ വായന. ഖുർആനിന്റെ വശ്യത എന്ന് പറഞ്ഞൊക്കെ നമ്മൾ ഖുർആന്റെ മാധുര്യം, എന്താ ആസ്വാദനം എന്നൊക്കെ പറയില്ലേ, ഖുർആൻ ആസ്വാദനം എന്നതൊക്കെ. സഹാബത്ത് ഖുർആൻ ആസ്വദിച്ചത് എങ്ങനെ എന്നൊരു പഠനമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. സഹാബത്ത് ഖുർആൻ ആസ്വദിച്ച രീതി എന്താണെന്നുള്ളത് അതെന്താന്ന് വെച്ചാൽ അവര് അതിൻ്റെ ഇൽമുകൾ, ഉലൂമിഹി വഅഹ്കാമിഹി, അതിൻ്റെ വിജ്ഞാനങ്ങൾ, അതിൻ്റെ ഹുക്മുകൾ, വിധികൾ, ഇതിൻ്റെ ഒക്കെ കൂടെ ഈ എഴുത്തക്കഫു എന്ന് പറഞ്ഞത് അതിൻ്റെ കൂടെ ചടഞ്ഞത് അതോരങ്ങനെ തന്നെ മനസ്സിലാക്കി. അതിങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഓർപോയി. ഹത്ത യഈശു ഫീ അജ്വാഇഹിന, ആ ആയത്തുകളിൽ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ ജവ്വിലാണ് അവർ ജീവിച്ചത്. ഹത്ത യഈശു അല അജ്വാഇഹി, അതിൻ്റെ അന്തരീക്ഷത്തിലാണ്, ഖുർആനിക അന്തരീക്ഷത്തിലാണ് ജീവിച്ചു പോണത് തന്നെ. അങ്ങനെയാണ് അവർ അത് ആസ്വദിച്ചത്. വയതഫാഅലു ബി അഹ്കാമിഹി ഇൻദഹാ ഫഖദ് യഫ്തഹു ലഹും അസ്റാറൽ ഖുർആൻ. അവിടെയാണ് അവർക്ക് ഖുർആനിന്റെ വശ്യതയും അത്ഭുതവും ആഴവും ഒക്കെ കാണാൻ കഴിഞ്ഞത്. അല്ലാതെ ഒതിൽ മാത്രമല്ല, ഇതിന്റെ കൂടെ അങ്ങ് പോയി എന്നാണ്. അക്ഷരങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് അവർ ഏറെ ശ്രദ്ധിച്ചു എന്നാണ്. അക്ഷരങ്ങൾ ഓരോന്നും ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ചു എന്ന അർത്ഥം മനസ്സിലാക്കുക. രണ്ടാമത്തത് ബിമുറാഅത്തി ഖവാനീനി തജ്വീദ്. തജ്വീദ് നിയമങ്ങൾ പാലിക്കുക. അവിടെയാണ് നമ്മളൊക്കെ പ്രയാസപ്പെടാറുള്ളത്. എല്ലാവരും ചോദിക്കാറുണ്ട്. അതൊക്കെ ഇപ്പം പഴയ ആൾക്കാർക്കൊക്കെ ആവുന്നത് ചോദിക്കാറുണ്ട്. പ്രായം ചെന്നുപോയ ആൾക്കാർക്ക് പഴയ സോഫ്റ്റ്വെയർ ആണല്ലോ, അതൊക്കെ ഇനി എങ്ങനെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഇൻസ്റ്റാൾ ചെയ്യാനാവുമോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. ചെയ്യാൻ കഴിയും. നമ്മൾ കുറേ കൊല്ലായി, 40 കൊല്ലായി, 50 കൊല്ലായി, 67 കൊല്ലായി ഇങ്ങനെ ഓതിപ്പോരുന്ന കുറേ സംഗതികളുണ്ട്. അല്ലാതെ ഈ അങ്കലള ഹിറാഖ്നൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. രണ്ടും അങ്കലള, രണ്ടും 2 അക്ഷരാണെന്നുള്ള ഇപ്പോഴും നമ്മൾ പലരും അറിയില്ല. രണ്ടും 2 അക്ഷരമാണ്. അങ്കലള എന്നല്ല ഒന്നാമത്തെ അക്ഷരം, രണ്ടാമത്തത് ലാ എന്നല്ല, രണ്ടും 2 അക്ഷരങ്ങളാണ്. അത് നമ്മൾ കാണുന്നില്ല പലപ്പോഴും. ഇപ്പോഴും ചില ആൾക്കാർ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് ഓതാറുണ്ട്. ഇബ്ലിന്ന് ബാഇന് സുക്കൂനിട്ട് ചിലരൊക്കെ ഓതാറുണ്ട്. അങ്ങനെ ഖുർആനിൽ ഇല്ല എന്ന് നോക്കിയാൽ കണ്ടാൽ പറ്റും. ബാഇനും അലിഫിന്റെ മാതിരി തന്നെ കസ്റാണ്, ലാമിന്റെ മാതിരി കസ്റാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് എന്നാണ്. അങ്ങനെ നോക്കിയ ഒരുപാട് തെറ്റുകൾ നമ്മുടെ പാരായണങ്ങളിൽ വന്നു പോകുന്നു. ശ്രദ്ധയുണ്ടാകണം, ശ്രദ്ധകൾ നഷ്ടപ്പെട്ടു പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പറഞ്ഞത് സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും എന്ന് പോലും പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ നല്ല ശബ്ദത്തിൽ ഓതണം എന്ന്. ഇവിടെ നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ശബ്ദവും ഈണവും ഒക്കെ ഇൻബിൽറ്റാണ്, ഇൻബോണാണ്. ജന്മസിദ്ധമായ ഒരു കഴിവുണ്ടല്ലോ. ഇപ്പം പിന്നെ ആ ഒരു എന്താ നല്ല ഈണത്തോടു കൂടെ പാരായണം ചെയ്യാൻ കഴിയുക, നല്ല ആകർഷണീയമായ ശബ്ദത്തിൽ പാരായണം ചെയ്യാൻ കഴിയുക എന്നുള്ളതൊക്കെ കുറേയൊക്കെ കിട്ടി, എന്താ പറയാ, ജന്മന ഉള്ളതായിരിക്കാം. പക്ഷേ പ്രവാചകൻ ഇവിടെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരോടും പറയുന്നു, നമ്മളോട് മൊത്തം പറയാ, നിങ്ങളുടെ ശബ്ദം നന്നാക്കണം ഖുർആൻ ഓതുമ്പോൾ. നിങ്ങൾ സാധാരണ വർത്താനം പറയുമ്പോൾ ഓതിയാൽ പോരാന്ന്. ഓതുന്ന സമയത്ത് ഒരു ശബ്ദം മാറും. നമുക്ക് പല ശബ്ദങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ആവർത്തന വിരസത തോന്നും. നമുക്ക് പല ശബ്ദങ്ങളുണ്ട്. നാം ദേഷ്യപ്പെടുമ്പോഴുള്ള ശബ്ദമല്ല സന്തോഷത്തിൽ പറയുമ്പോഴുള്ളത്. നാം ഇണയോട് പറയുമ്പോഴുള്ള ശബ്ദമല്ല ഉപ്പയോട് പറയുമ്പോഴുള്ളത്.
നാം കുഞ്ഞിനോട് പറയുമ്പോഴുള്ള ശബ്ദമല്ല വല്യുപ്പയോട് സംസാരിക്കുമ്പോഴുള്ളത്. നാം നാട്ടുകാരായ പരിചയമില്ലാത്ത ആളുകളോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദമല്ല പരിചയമുള്ളവരോടുള്ളത്. ഒക്കെ വ്യത്യസ്തമാണ്. സംസാരിക്കുമ്പോഴും പാടുമ്പോഴും പ്രസംഗിക്കുമ്പോഴും 3 തരത്തിലാണ് ശബ്ദം. ഇതിൽ ഏറ്റവും നല്ല ശബ്ദം നിങ്ങൾ ഉപയോഗിക്കൂ. അസ്വാത്ത് എന്ന് പ്രയോഗിച്ചു എന്നിട്ടാണായിരിക്കാം, അറിയില്ല. നിങ്ങളെ ശബ്ദങ്ങളിൽ നിന്ന് നല്ലത് എടുക്കണം. നല്ല ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഞാൻ വർത്താനം പറയുമ്പോൾ ഓതരുത്. അത് ഓതുമ്പോൾ ഒന്ന് ലേശം മാറ്റണം. ഔദു ബില്ലാഹി. എല്ലാവർക്കും കഴിയും, എല്ലാവർക്കും കഴിയും. എന്ന് വെച്ചാൽ അങ്ങനെ കിട്ടിയില്ല ഞാനെൻ്റെ ഓതുന്നില്ല പറയണ്ട. നമ്മുടേത് നല്ല ശബ്ദമാണ്, നന്നായി പാരായണം ചെയ്യാം. മറ്റൊരു സ്ഥലത്ത് പ്രവാചകൻ ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈണത്തിൽ അഥവാ മണിക്കേണ്ടിടത്ത് മണിക്കാതെ ഓതുന്നവരിൽ നമ്മൾപ്പെട്ടവനല്ല എന്ന് പോലും. മല്ലം യതഗന്ന ബിൽ ഖുർആനി ഫലൈസ മിന്നാ. ഉന്ന ചെയ്യേണ്ടിടത്ത് ഉന്ന വേണം. ഞാൻ അവസാനം പറയാം, സമയം കഴിഞ്ഞോ? ഉന്നയെ സംബന്ധിച്ച് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം ഇൻഷാ അല്ലാഹ്. കുറച്ച് കഴിയുമ്പോൾ വേഗം പറയാം. രണ്ടാമത് മറ്റൊരു കാര്യം, വിശുദ്ധ ഖുർആനിലെ 73-ാം അധ്യായം സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ മുസമ്മിലിലെ 4-ാമത്തെ ആയത്ത്. ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നത് ഉറങ്ങല്ലേ, എണീക്ക്, നിസ്കരിക്കണം രാത്രി അല്ലേ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. ഹേയ് മൂടിപ്പുതച്ചുറങ്ങുന്നവനെ, എഴുന്നേൽക്ക്, രാത്രിയിൽ നിന്ന് അല്പം നീ നമസ്കരിക്കൂ, ഖിയാമുൽ ലൈൽ നിർവഹിക്കുക. രാത്രിയിൽ അല്പം ഒഴികെ നീ നമസ്കരിക്കൂ. ഇല്ലാ ഖലീലൻ, കുറച്ചല്ല, ബാക്കിയൊക്കെ നീ നിസ്കരിക്കൂ, കുറച്ചുറങ്ങിക്കോ. പിന്നെ പറഞ്ഞു ആവൂലേ, അങ്ങനെ ദീർഘമായി ആവൂലേ, കുറച്ചോളൂ. കുറച്ച് നീ പിന്നെ ലഘൂകരിച്ചോ, ബാക്കി സമയം നിസ്കരിച്ചാൽ മതി. ഇനി അല്ലേ കൂടുതൽ നിസ്കരിക്കണോ? നീട്ടി ഓദിക്കോ, നീട്ടി നിസ്കരിച്ചോ. പക്ഷെ എത്ര കുറച്ചായാലും എത്ര കൂടുതലായാലും ആ നമസ്കാരത്തിന്റെ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നീ എന്താണത്? നീ അതിൻ്റെതായ സാവകാശക്രമത്തിലാണ് പാരായണം ചെയ്യേണ്ടത്. നിർത്തി നിർത്തി പാരായണം ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, റമളാൻ ആകാൻ പോകുക, ഇപ്പൊ തന്നെ ചില പള്ളിയിലൊക്കെ ഇമാമിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. അതെന്തിനാണ് ഇപ്പൊ തന്നെ ആക്കി? നല്ലോണം ഓതുന്ന ആളെ കിട്ടണ ഇപ്പൊ തന്നെ പോണം. ഒക്കെ പോയിട്ട് അവസാനം നമുക്ക് കിട്ടുക ഓരോ തൈക്കും. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ വിളവന്മാരൊക്കെ പോയിട്ട് ഇപ്പൊ തന്നെ പള്ളിയിലൊക്കെ നല്ല ഇമാമിങ്ങളെ ഉറപ്പിച്ചിട്ടുണ്ടാവും. അതെന്തിനാ അങ്ങനെ? എങ്ങനെയോ ഓതണ ഒരാള് ആണ്ട് ഓതി തീർക്കണ ഒരാളായാൽ മതിയോ? പോരാ. നമുക്ക് നല്ല സന്തോഷത്തോടെ ഉഷാറായിട്ട് ഇങ്ങനെ കേൾക്കണം. അങ്ങനെ നല്ല ശബ്ദത്തില്. നമ്മളൊക്കെ പള്ളികൾ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ, ഇവിടുത്തെ ഞാൻ നോക്കിയില്ല, എനിക്കറിയില്ല. പല സ്ഥലങ്ങളിലും പള്ളി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ലക്ഷങ്ങൾ നമ്മൾ മുടക്കും. പക്ഷേ സാധു ഇമാമിന് നല്ലപോലെ ഒന്ന് ഓതി തീർക്കാനുള്ള മൈക്കും സെറ്റും അത്ര മതിയില്ലേ? അങ്ങനെയാണ്. അതിൽ ആർക്കും ഒരു ശ്രദ്ധയില്ല. എന്ത് സുഖം ഉണ്ടാവുന്നറിയോ? ആ ഇമാമിന് എഫക്റ്റ് കിട്ടണം. നമ്മളെന്തിനാ വാങ്ങി കൊടുക്കുമ്പോൾ കയ്യൊക്കല്? അതിന് വേറെന്തോ മതവിധിണ്ടോന്ന് എനിക്കറിയില്ല. അതിൽ ഒരു കുട്ടൻസ് എന്താ? കൈ ഇങ്ങനെ ജപിക്കല് എന്താ? ചില പ്രാസംഗികരുണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ കൈ വെച്ച് പ്രസംഗിക്കണേ, അതെന്തിനാ? ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടുന്ന ആൾക്കാർക്ക് അതിന്റെ ഗുട്ടൻസ് മനസ്സിലാവും. ഹെൽമെറ്റ് ഇട്ട് ഇങ്ങനെ ഓടിക്കുമ്പോൾ പാട്ട് പാടുമ്പോൾ ഹെൽമെറ്റിന്റെ ബോണറ്റ് പൊക്കിയാൽ, ഗ്ലാസ് പൊക്കിയാൽ ഒരു സുഖം ഉണ്ടല്ലോ. അത് താഴ്ത്തി വെച്ചാൽ നമുക്ക് തന്നെ അതിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റ് ഉണ്ടാവും. ചില പ്രാസംഗികന്മാരൊക്കെ പറയും സ്റ്റേജ് എഫക്റ്റ് വേണമെന്ന്. അതെന്തിനാ? നമ്മൾ ഇങ്ങനെ കേൾക്കാൻ നല്ലപോലെ ഓതാൻ കഴിയും. കൈ ഇങ്ങനെ വെച്ചിട്ട് സംസാരിച്ചാൽ നമ്മളിങ്ങനെ കേൾക്കും, നമ്മൾ തന്നെ കേൾക്കും. അങ്ങനെ ഓതി അതിന് നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ വേണം പള്ളികളിലൊക്കെ. അതിന് ലേശം പൈസ മുടക്കണം, അങ്ങനെയായിരിക്കണം. എങ്കിൽ കൂടുതൽ സന്തോഷം. ഞാൻ പറഞ്ഞു വന്നത്, നല്ല ഇമാമ് നമ്മളെ പള്ളിയില്ലെങ്കിൽ അധികം ആരോടും പറയാണ്ട് നമ്മൾ ഏറ്റവും നല്ല ഇമാമത്തുള്ളിടത്തൊക്കെ നല്ല മുങ്ങി പോകുമോലേ? എന്തിനാ പോകാറുള്ളത്? അതാ നമ്മുടെ ഒക്കെ ആഗ്രഹം. ഖുർആൻ അങ്ങനെ കേൾക്കാൻ പ്രവാചകനും ആഗ്രഹിച്ചു. പ്രവാചകന്റെ സഹാബത്തിൽ പലരും വളരെ ഭംഗിയായി പാരായണം ചെയ്യുന്നവരുണ്ടായിരുന്നു. അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹു
ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ പലരും നന്നായി പാരായണം ചെയ്യുന്നവരുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇവരോടൊക്കെ പ്രവാചകൻ പലപ്പോഴും കുറച്ച് ഓതാൻ പറയും. ഒരിക്കൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവോട് ഓതി തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ പ്രവാചകരെ, നിങ്ങൾക്കല്ലേ ഇത് അവതരിക്കപ്പെട്ടത്, എന്നിട്ട് നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് ഓതി തരാമോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞാൻ അത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല ശബ്ദത്തിൽ, എന്താ തർത്തീൽ, വറത്തിലിൽ ഖുർആന തർത്തീല, ഏറ്റവും നല്ല സാവകാശക്രമത്തിൽ പാരായണം. തർത്തീൽ എന്നതിനെ കുറിച്ച് വിവരിക്കപ്പെടുന്നത് തജ്വീദുൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വുഖൂഫ് എന്നാണ്. അക്ഷരങ്ങൾ ഏറ്റവും നന്നാക്കുക, അതേപോലെ തന്നെ വഖഫ് ചെയ്യുന്നതിൽ ശ്രദ്ധയുണ്ടായിരിക്കുക, എവിടെയൊക്കെയാണ് നിർത്തേണ്ടത് എന്ന ധാരണ ഉണ്ടായിരിക്കുക. ഇതിനാ തജ്വീദ് എന്ന് പറയാം. ഈ അക്ഷരസ്ഫുടതയുടെയും വഖഫിന്റെയും ഇടയിൽ കുറേ കാര്യങ്ങളുണ്ട്. രണ്ടറ്റം മാത്രമാണ് ഇവിടെ പറഞ്ഞത്, തർത്തീലിന്റെ ആശയം വിശദീകരിച്ച്. ഇതിന്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ട്, അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വിശുദ്ധ ഖുർആനിനെ ഹിഫ്ള് ചെയ്യുന്നത് പോലെ നിങ്ങൾ അതിന്റെ മഖ്റജും ശ്രദ്ധിക്കണം എന്നാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും കൂടെ മുകളിൽ നിന്നിട്ട് സംസാരിച്ച എന്താണെന്നറിയോ, വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അതിന്റെ മഖ്റജോടുകൂടെ അതിനെ വായിക്കുക എന്നതാണ്. ഹിഫ്ളാക്കണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, മനസ്സിലായല്ലോ? അതോടൊപ്പം അതിന്റെ മഖ്റജ് നന്നാക്കണം എന്നതാണ്. സഹോദരങ്ങളെ, മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുന്നതോടൊപ്പം പ്രധാനമായ ഒന്ന് 2 types of letters പരിചയപ്പെടുക എന്നതാണ്. അറബി അക്ഷരങ്ങൾ പ്രധാനമായും 2 തരത്തിലുണ്ട് എന്നാണ്. ഇതിപ്പോ ഇങ്ങനെ മാസമായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയം അല്ല കേട്ടോ. ഞാനിപ്പോ ഈ കോഴ്സ് നാട്ടിലൊക്കെ ചെയ്യുന്നത് 100 മണിക്കൂർ കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. 100 മണിക്കൂറിന്റെ തദ്രീബ് തജ്വീദിൽ ഖുർആൻ TTQ എന്ന കോഴ്സ് ഇപ്പൊ കൽപ്പറ്റ, വയനാട് ജില്ലയിൽ കൽപ്പറ്റ നടക്കുന്നുണ്ട്, കോഴിക്കോട് ജില്ലയിൽ പൂനൂര്, അതേപോലെ കൊടുവള്ളി റെഗുലറായി നടക്കുന്നുണ്ട്, അതുപോലെ നരിക്കുനി അടുത്ത് നടക്കുന്നുണ്ട്, മലപ്പുറത്ത് നടക്കുന്നുണ്ട്. ഞാൻ 2 സ്ഥലങ്ങളിലാണ് ക്ലാസ് എടുക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലെ പഠിതാക്കൾ ഇന്ന് ഭംഗിയായി ക്ലാസ് കൈകാര്യം ചെയ്തു പോകുന്നു. 100 മണിക്കൂറിന്റെ ഒരു കോഴ്സാണ്. മുതിർന്ന ആളുകളെയാണ് അത് പഠിപ്പിക്കുന്നത്, പഴയ സോഫ്റ്റ്വെയർ ഉള്ള ആളുകളെ. അപ്പൊ അതങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതിനകത്ത് പഠിക്കുന്നതാണ്. അത് കുറഞ്ഞ സമയം കൊണ്ട് അതിന്റെ ഒരു അവയർനെസ് മാത്രമാണ് ഞാനിപ്പോൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഹുറൂഫുൽ ഇസ്തിലാ, ഹുറൂഫുൽ ഇസ്തിഫാല, ഇങ്ങനെ 2 തരത്തിലാണ് അക്ഷരങ്ങളെ കാണാം. ഹുറൂഫുൽ ഇസ്തിലാ അഥവാ ഹെവി ലെറ്റേഴ്സ്, ഹുറൂഫുൽ ഇസ്തിഫാല അഥവാ ലൈറ്റ് ലെറ്റേഴ്സ്. നാവ് താഴ്ത്തി അല്ലെങ്കിൽ നാവ് സാധാരണ പോലെ വെച്ചുള്ള ഉച്ചാരണം, നാവ് ഉയർത്തി അല്പം ഘനത്തോടുകൂടെ സ്വരഭാരത്തോടുകൂടെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ, അത് 7 ഉള്ളൂ. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഒന്നും കൂടെ ഉണ്ടാവും. അങ്ങനെ 8 അക്ഷരങ്ങളേ ഉള്ളൂ. ബാക്കി 20 ലൈറ്റ് ലെറ്റേഴ്സ് ആണ്. ഞാൻ എൻ്റെ ചിലപ്പോൾ നിങ്ങളുടെ ഒക്കെ കയ്യിലുണ്ടാകും അതിന്റെ ക്ലിപ്പുകൾ. കേൾക്കാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി നമ്മളൊന്ന് വായിച്ചു നോക്കാം. ഈ അക്ഷരങ്ങൾക്ക് അലിഫ് എന്ന ദീർഘം നൽകുമ്പോൾ ഇതേ സ്വഭാവം അലിഫ് ദീർഘത്തിനും ഉണ്ടാകണം എന്നതാണ് പ്രത്യേകത. അപ്പോഴൊക്കെ നമ്മളെ തജ്വീദ് പഠനത്തിലൊക്കെ ഇത് പ്രത്യേകം പറയാറില്ല. മുഫഹമായ അക്ഷരം, ഇസ്തിലാന്റെ അക്ഷരം 7 ആണ്. ഹുസ്സലാത്തിൻ ഖിൽ അവിടെ തീർത്തു. നേരെ മറിച്ച് ഇസ്തിലാന്റെയും ഇസ്തിഫാലത്തിന്റെയും വ്യത്യാസങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കാറില്ല. അതിന്റെ ടോൺ രണ്ടും 2 ടോണാണ്. ഒന്ന് ഈ ഹാ, സാദ്, ദാദ്, ഗൈൻ, ത്വാ, ഖാഫ്, ളാ എന്നീ അക്ഷരങ്ങളും റാഉം ഇതൊക്കെ മുഫഹമായി അഥവാ ഹെവി സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. മാത്രമല്ല അതിന് അലിഫ് എന്ന ദീർഘം നൽകുമ്പോൾ ദീർഘവും പോകേണ്ടത് മുഫഹമായിട്ടാണ്, ഹെവി ആയിട്ടാണ്, ഹെവി ടോണാണ്. അല്ലാത്ത അക്ഷരങ്ങളൊക്കെ അല്പം ലൈറ്റാണ്. എന്നാൽ അല്പം ലൈറ്റ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്, തീർത്തും ചരിച്ചിട്ടാണ്. അങ്ങനെയല്ല, അങ്ങനെ ഒരു ഇമാലത്തില്ല അക്ഷരങ്ങൾക്കൊന്നും. ഇമാലത്ത് ഖുർആനിലെ ഹഫ്സിന്റെ റിവായത്തിൽ ഹഫ്സ് അൻ ശാത്തുബിയ്യ, ഹഫ്സ് അൻ ആസിം അൻ ശാത്തുബിയ്യ, അതിനകത്ത് വരുന്നത് സൂറത്തു ഹൂദിലെ 41-ാമത്തെ ആയത്ത് ആണെന്ന് ഞാൻ ഓർക്കുന്നു. ബിസ്മില്ലാഹി മജ്റാഹ എന്നുള്ളടത്ത് മജ്റേഹ, അവിടെ മാത്രമേ ഇമാലത്തുള്ളൂ. ബാക്കി അവിടെ എ എന്ന കാരമില്ല, ഡേ തേ എന്നില്ല. അങ്ങനെ ഒരു ശൈലി അറബിയത്തിൽ കാണുന്നില്ല. നേരെ മറിച്ച് ബ എന്ന മലയാളത്തിലുള്ള ലൈൻ അല്ല, ടോൺ അല്ല, അവിടുന്ന് അല്പം മാറണം. ബ ബ ബ ബ എന്നല്ല, ബ ബേ എന്നുമല്ല. അങ്ങനെ ഓതാൻ കഴിയുമോ? നിങ്ങൾ ഏതെങ്കിലും ഒരു ആയത്ത് ഓതി വെക്കണം അങ്ങനെ ചരിച്ചിട്ട്?
അങ്ങനെ ചരിച്ചിട്ട് റഹയത്ത് കഴിയില്ല, പ്രയാസാണ്. അത്ര ചരിവില്ല, എന്നാൽ ഹെവി അല്ല. ഇത്രയും അക്ഷരങ്ങളൊക്കെ അല്പം ഇറ്റാലിക് എന്ന് വേണമെങ്കിൽ പറയാം. ഇമാലത്തല്ല, ഇസ്തിഫാലത്താണ്. നാവ് താഴ്ത്തി പറയാനേ അതിനുള്ള അർത്ഥമുള്ളൂ. ഇസ്തിഫാലത്തും ഇസ്തിലാവും. അങ്ങനെയാണെങ്കിൽ അക്ഷരങ്ങൾ പറഞ്ഞു നോക്കണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ മാത്രമായി പോകുന്നുണ്ട്. ഇനിയുള്ളതിലൊക്കെ നിങ്ങൾക്ക് കൂടെ പങ്കുചേരാം. തയ്യാറാണോ? പങ്കുചേരാം. ശരി, അക്ഷരങ്ങൾ ഞാൻ വായിച്ചു തരാം, നിങ്ങൾക്കും അത് അങ്ങനെ തന്നെ വായിച്ചു നോക്കാം. ഒന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ആ എന്ന് പറയില്ലേ മലയാളത്തിൽ, അമ്മ, അച്ഛൻ, അങ്ങനെയല്ല. എന്നാൽ എവിടെ എന്ന ഏയുമല്ല, അതിനിടയിൽ ദീർഘത്തിനും ആ ചരിവ് അല്ലെ, ആ ഒരു ഇസ്തിഫാലത്ത് വന്നു. പറഞ്ഞു നോക്കൂ. നിങ്ങൾ എല്ലാവരും പറയുന്നില്ല. ബ ബ ത പ സ സ ജ ജ ഹ ഹ. അടുത്ത അക്ഷരം ടോൺ മാറി. ഇതുവരെ ഇങ്ങനെയാ പോയത് അല്ലേ? ഇനി പോണത് ഹ. അതുകൊണ്ട് അതിന്റെ ദീർഘവും ഹ ഹ ഹ. ഖാലിഖു 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 എന്നല്ല, ഖാലിഖു ഖാലിഖു. ദ ദ ദ ദ ദ റ ഹെവി റ. റാളിയതം മർളിയ എന്നല്ല. എങ്ങനെ പോകുന്നുണ്ട്? റാദിയതം മർദിയ റാദിയതൻ റാദിയതൻ. ഇനി നിങ്ങൾ ഖിറാഅത്ത് ഇങ്ങനെ കാര്യങ്ങൾ ഖിറാഅത്ത് കേട്ട് നോക്കിയാൽ ഇത് വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ. റാദിയ റാളിയതൻ എന്നല്ല, റാദിയതൻ റോ റാ ഇതിനിടയിൽ. റാദിയതൻ ഹെവിയാണ്. സ്വരഭാരത്തോടെ നാവ് ഉയർത്തി വലുതാക്കി പറയണം. പിന്നെ സ സ ഷ സ സ സ സാലിഹാതി. രണ്ടും വന്നുല്ലേ? ഇസ്തിലാ വന്നു, ഇസ്തിഫാലത്ത് വന്നു. ഇസ്തിലാ സ്വാദിന്റെ അലിഫ്, ഇസ്തിഫാലത്ത് അല്ലെങ്കിൽ അലിഫ് മുറഖഖ ഹാഇന്റേത്. സാലിഹാതി. അപ്പൊ നമ്മള് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഓതൂല. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സ്വാലിഹാത്തി സ്വാഹ സ്വാഹ. വ്യത്യാസമുണ്ട്. അലിഫ് എന്നുള്ള ദീർഘത്തിന് ടോൺ മാറിയോ? മാറിയിട്ടില്ലേ? മാറണം. ഓക്കെ. പിന്നെ ഏതാക്ഷരം? സ്വാദ് കഴിഞ്ഞിട്ട് സ്വാദ് കഴിഞ്ഞിട്ട് ദ. സ്വാദ് കഴിഞ്ഞിട്ട് ദ. അതേതാണെന്നുള്ള പ്രശ്നം. ഏതാ? സ്വാദ് ദ്വാദ് പറഞ്ഞില്ലല്ലോ, മനസ്സിലായില്ല? അതെ, ആ അക്ഷരാണ് നമുക്ക് വലിയ പ്രശ്നം. എന്നൊക്കെ പറയും. അള്ളാഹു ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തു. അള്ളാഹു, ലാലിമ്, ലലാലത്ത് ഒക്കെ ഒന്നാ നമുക്ക്. അള്ളാഹു, ലാലിമ്, ലലാലത്ത് ഇത് മൂന്നും തെറ്റിച്ചുച്ചരിച്ചു. ദലാലത്താണ്. ദലാലത്ത് നാവിന്റെ വശം അണപ്പല്ലുകളുടെ ആ വശത്തെ പല്ലുകളോട് ചേർന്ന് ഉച്ചരിക്കണം. അന്ന് പണ്ട് പഠിപ്പിച്ച ഓർമ്മ അങ്ങനെ. ദലാലത്ത് വലദ്ദാല്ലീൻ വലദ്ദാന്നല്ല രണ്ടെണ്ണാണ്. ഓക്കെ. പിന്നെ നിങ്ങളെ കൂട്ടിയില്ലല്ലേ? നിങ്ങളെ കൂട്ടാത്തത് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പോവാൻ ഇങ്ങനെ സമയമായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടാണ് നിങ്ങളെ കൂട്ടാത്തത്. ഓക്കെ. പിന്നെ ഞാൻ അതിനൊരു പാട്ട് പാടിയിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. أبت سجح دذ رز سشص ضط ضع غفق كلام نهويا.
എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? 2 ടോൺ ഉണ്ടെന്ന് മനസ്സിലായോ? 2 ടോൺ ഉണ്ട്. അല്ല, 7ാമത്തെ ലെറ്റർ വന്നപ്പോഴേക്ക് ഹെവി ആയി. അതുവരെ ലൈറ്റ് ആണ്. പാട്ടിന് വേണ്ടി ബാക്കി നമുക്ക് പാടാല്ലേ. അങ്ങനൊന്ന് പാടിനാല് അതിന് അക്ഷരം മൊത്തം തിരിയൂലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അക്ഷരം മൊത്തം അറിഞ്ഞൂടാത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ കുറെ ക്ലാസ് ചോദിച്ചാണ്, പിന്നെ ഇംഗ്ലീഷ് അക്ഷരമാല അറിയാത്ത ആൾക്കാരുണ്ടോ? ഇല്ലാരുണ്ടോ? ഇവിടെ ആരുണ്ടോ ഇംഗ്ലീഷ് അക്ഷരമാല മുഴുവൻ അറിഞ്ഞൂടാത്തവർ? A to Z അറിയാം, കൃത്യമായിട്ട് അറിയാം അല്ലേ? മലയാളം പിന്നെ നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്കത് അറിഞ്ഞൂടാത്തൊരു പ്രശ്നമുണ്ട്. സാരല്ല, അത് നമുക്ക് അല്ലാതെ അറിയാലോ. നമ്മൾ ആദ്യം കേട്ടത് ഏതാ? ബോധപൂർവം അല്ലെങ്കിലും നമ്മൾ ആദ്യം കേട്ട ഭാഷ ഏതാ? നമ്മളെ കേൾപ്പിച്ചത്, കേട്ടത് ചിലപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഓരോ എന്തൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മളെ ആദ്യം കേൾപ്പിച്ചത് ഏതാ? ഏതായാലും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏത് ഭാഷയാ? അറബി. നമ്മൾ മരിക്കുമ്പം പറയാൻ വിചാരിക്കണത് എന്താ? ആഗ്രഹിക്കണത് എന്തായിരിക്കും? എന്തായാലും അല്ലല്ലാതെ ആരാധ്യനില്ല എന്നല്ലല്ലോ നമ്മൾ പറയാൻ ശ്രമിക്കുക. നമ്മളെന്താ അറബിയെന്നല്ലേ പറയാൻ ആഗ്രഹിക്കണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ചിരിച്ചു മരിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതും അറബി. ഇനി നമ്മൾ വിശ്വസിക്കുന്നു വക്രതയില്ലാത്ത ഭാഷയായി ഒരു അറബി ഭാഷയെ നമുക്ക് പഠിപ്പിച്ചു. അങ്ങനെ അജയ്യമായ ഗ്രന്ഥം അവതരിപ്പിച്ചു. അതിൻ്റെ പ്രവാചകൻ അറബി ഭാഷയിലായി. എങ്കിൽ സ്വർഗത്തിലും അറബി ഭാഷ തന്നെ? എനിക്ക് തീർത്തും അറിയില്ല കേട്ടോ. ആയിരിക്കാം, ആയിക്കോട്ടെ. ഇത് രണ്ടും എന്തായാലും അറബിയാണല്ലോ. ഇംഗ്ലീഷ് ഇത് രണ്ടിടത്തും നമുക്കിട്ട് ആവശ്യമില്ല. മരിക്കാൻ നേരവും ജനിക്കുമ്പോഴും ഇത് ആവശ്യമില്ല. എന്നാ പിന്നെ എന്തേ നമുക്ക് അതൊന്ന് പഠിച്ചു വെച്ചാലേ? അതൊരു ക്രെഡിറ്റ് എന്നല്ലേ കൂട്ടരെ? അതുകൊണ്ട് ഹംസ ബ ത സ ജിം ഹ ഖ ദാൽ ദാൽ റ സൈ സീൻ ഷീൻ സാദ് ളാദ് ത ള ഐൻ ഗൈൻ ഫ ഖാഫ് കാഫ് ലാം മീം നൂൻ ഹ വാവ് യ ഒന്ന് പഠിച്ചാലേ. പഠിക്കൂല എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഏതിന്റെ ഭാഷയത്? ഖുർആന്റെ ഭാഷയാണ്. ഖുർആൻ എന്ത് ഭാഷയാണ്? ഖുർആന്റെ ഭാഷ അറബി ഭാഷ എന്ത് ഭാഷയാണ്? വക്രതയില്ലാത്തതും അവസാനം വരെ നിലനിൽക്കുന്നതുമായ ഏക ഭാഷയാണ്. സെമിറ്റിക് ഭാഷകളിൽ ഇന്നും ജീവനോടെ നിൽക്കുന്ന ഒരു ഭാഷയാണ് അറബി. അടുത്ത ഡിസംബർ 18 ആകുമ്പോഴേക്ക് പഠിച്ചാളണം. ഡിസംബർ 18 അറബി ദിനമായിട്ട് UNO അംഗീകരിച്ചതാ. 5 ഭാഷകൾക്ക് 6 ഭാഷകൾക്ക് ഇങ്ങനെ ഈ ഒരു അംഗീകാരമുള്ളത്. അക്കൂട്ടത്തിൽ ഒന്ന് അറബിയാ. ലിപിയുടെ കാര്യത്തിൽ ലോകത്ത് 2ാം സ്ഥാനം നിൽക്കുന്ന ഭാഷ അറബി. എന്നിട്ട് അത് നമുക്ക് അറിഞ്ഞൂടെങ്കിൽ മോശമല്ലേ? അപ്പൊ എന്തായാലും ഒന്ന് പഠിച്ചാടണം. ഓക്കെ, അങ്ങനെ 2 ടോണുകളും അതിന്റെ ദീർഘങ്ങളും. ഇനി ആ ദീർഘം തന്നെ നമുക്കറിയുമോ? ദീർഘം തന്നെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒരേ ടൈമിംഗ് അല്ല. ചിലപ്പം 2 അക്ഷരത്തിന്റെ സമയമാണ്, അല്ലെങ്കിൽ 2 സെക്കൻഡ് എന്ന് വേണേൽ പറയാം. തൽക്കാലം 2 സെക്കൻഡ് എന്ന് ഉപയോഗിക്കാം. ഹറക്കത്താനി എന്നാണ് പ്രയോഗം അറബിയിൽ. അതിന് ഒരക്ഷരത്തിന് 2 പ്രാവശ്യം ചലിക്കാനുള്ള സമയമാണ് ദീർഘം. സാധാരണ ദീർഘം ഉണ്ടാകുന്നതിനപ്പോഴാ. ആ എന്നതിന് ദീർഘമല്ല, ഒന്നും കൂടെ കൊടുക്കുമ്പോഴേ ദീർഘം ഉണ്ടാവും. സാധാരണ ദീർഘം. ആ, ആന, ആട്, ഊഞ്ഞാൽ, ഈച്ച, അവിടെയൊക്കെ ദീർഘമുണ്ട്. അതാണ് സാധാരണ ദീർഘം. സാധാരണ എന്ന് പറയുന്നിടത്ത് 2 എണ്ണം ഉണ്ട്. ഒന്ന് സാ, ഒന്ന് ധാ. ഇത് തന്നെ ദീർഘം, സാധാരണ ദീർഘം. ഇപ്പൊ ഖാല അല്ലാഹു ഇദ് ഖാല ലുഖ്മാനു ഇദ് ഖാല ലുഖ്മാനു ഇദ് ഖാല ലുഖ്മാനു എന്ന് പോകില്ല. സാധാരണ ദീർഘങ്ങൾ. അതിന്റെ കാരണങ്ങളൊക്കെ എളുപ്പട്ടോ പഠിക്കാൻ. ശരി, ഇനി 4 അക്ഷരത്തിന്റെ സമയം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ജാ എന്ന പദമൊക്കെ ഉണ്ട്. സൂറത്തുൻ നസ്ർ എങ്ങനെ ഓതുകയെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഓതിയത്? അപ്പൊ സൂറത്തുൻ നസ്ർ എന്ന് പറഞ്ഞാൽ കിട്ടൂല. ഇതാ ജാ എങ്ങനെ ഓതല്? എങ്ങനെ ഓതുക? നിങ്ങൾ ഓതൽ അങ്ങനെയാണ്.
പലരും ഓതാറുണ്ടായിരുന്നത് എങ്ങനെയാ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് അങ്ങനെ ഓതിയാ പോരാനാ? ഇദാ ജാഅ എന്ന് നീട്ടണം. ഇദാ എന്നുള്ളത് സാധാരണ ദീർഘം, ജാഅ എന്ന അലിഫ് 4 അല്ലെങ്കിൽ 5 അക്ഷരത്തിന്റെ ടൈം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വൽ ഫതഹ്. അവിടെ പ്രശ്നം വൽ ഫതഹ്. ഒട്ടുമുട്ടുങ്കാല ആൾക്കാർ ഓതല് വൽ ഫതഹ് എന്നാ. താന് ഫതഹാണോ? വൽ ഫത്ഹ്. ഇനി വെളിവാക്കി പറയാം, വൽ ഫത്ഹ് എന്നാണ്. തീന്ന് സുക്കൂനാണ്. വൽ ഫത്ഹ് വൽ ഫത്ഹ്. ഫതഹ് എന്നല്ല കേട്ടോ. ഫതഹു മക്കയല്ല, ഫത്ഹു മക്കയാണ്. യെസ്. പിന്നെ 6 അക്ഷരത്തിന്റെ സമയം കൊടുക്കേണ്ടതുണ്ട് നിർബന്ധമായിട്ടും. ഈ 4 നിർബന്ധം, ഇതുപോലെ 6 നിർബന്ധമാണ്, ലാസിമാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. 6 വേണം. നിർബന്ധം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുക ആവൂല. അങ്ങനെ ആവാത്തവർക്കല്ലത്, ലാ ഇക്റാഹ. പക്ഷേ ഇതാണ് ഇതിന്റെ റൈറ്റ് റൂട്ട്. ഇതാണ്. അങ്ങനെ നീട്ടാതെ ഓതിയപ്പം പറഞ്ഞിട്ടുണ്ട്, അങ്ങനല്ല ഞങ്ങളെ റസൂൽ ഓതി തന്നത്. ഫുഖറാ എന്നുള്ള സൂറത്തു തൗബ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ ഇന്നമസ് സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ ഓതി കൊടുത്തോ. എന്താണ് ഇങ്ങനെയല്ല ഞങ്ങൾ റസൂൽ ഓതി തന്നു കേട്ടോ. അപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചപ്പോ സഹാബി ഓതി കൊടുത്തത് ഇന്നമസ് സ്വദഖാത്തു ലിൽ ഫുഖറാഇ ബിൽ മദ്. മദ് ചെയ്തുകൊണ്ടാണ് ഫുഖറാ എന്ന പദോതി. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ, ദീർഘത്തിന്റെ ശേഷം ആ വാക്കില് ഹംസ വന്നാല് നിർബന്ധമായിട്ടും 4 അക്ഷരത്തിന്റെ സമയം നീട്ടണം, അല്ലെങ്കിൽ 5 അക്ഷരത്തിന്റെ സമയം. ഇനി ഷദ്ദ് വരികയാണെങ്കിലും സുക്കൂന് വരികയാണെങ്കിലും ദീർഘത്തിന്റെ ശേഷം സുക്കൂന് വന്നാൽ 6 അക്ഷരത്തിന്റെ ദീർഘം കൊടുക്കണം. അത് ഖുർആനിൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ പഠിപ്പിക്കാൻ എളുപ്പമുള്ള ഒരു സംഗതിയാണ്. ദീർഘത്തിന് ശേഷം സുക്കൂന് വരുന്നത് ഖുർആനിൽ ഒരേ ഒരു വാക്കേ ഉള്ളൂ. അത് 2 സ്ഥലത്ത് വന്നിട്ടുണ്ട്. സൂറത്ത് യൂനുസിലെ 51, 91 ആയത്തുകളിൽ കാണാം. എങ്ങനെ ആയത്? അതങ്ങനെ നീട്ടണോ? അതാണ് നമ്മളെ ചോദ്യം. നമ്മൾ ഇതുവരെ ഒരു ആൽ ആനാ, ആൽ ആനയല്ല, ആന്നുള്ള ദീർഘത്തിന് ശേഷം ലെന്ന് സുക്കൂന് വന്നു. അതുകൊണ്ടാ ആ ഒറ്റ വാക്കേ ഉള്ളൂ ഖുർആനിൽ അങ്ങനെ വന്ന്. അതായത് മദ് ലാസിം കലിമി മുഖഫഫ് വാഹിദ് ഫഖത്ത്. ഇനി സമയം 9 മണിയായില്ലേ? നിർത്താം ഇവിടെ. പിന്നെ ദീർഘം 6 വരുന്നത് ഇപ്പൊ പിന്നെ വമാമിൻ ദാബത്തിൻ അല്ലേ? വമാമിൻ ദാബത്തിൻ, വമാമിൻ ദാബത്തിൻ എന്ന് പറയണം അല്ലേ? വഅൻസല മിനസ് സമാഇ മാഅ. ദീർഘം വേണം. എന്ത് രസം ഉണ്ടാവുന്ന നിങ്ങൾ അങ്ങനെ ഒന്ന് ഓതാൻ പഠിച്ചു നോക്കുക. അനുഭവമുണ്ട് സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ഉമ്മമാരെ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കോഴ്സിലൂടെ ആളുകൾ ഇതും കൊണ്ട് പഠിച്ചു നോക്കുമ്പോൾ ഇപ്പോഴുള്ളൊരു സുഖം എന്താണെന്നറിയോ? ഒരൊറ്റ ആളെയും ഖുർആൻ പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കേണ്ട എന്നുള്ളത്. അല്ലെ നാളെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറയണ്ടെന്നാ. എവിടെ ക്ലാസ്സുള്ളത്? എവിടെ ഒരു ലേണിംഗ് ക്ലാസ് ഉള്ളത്? പോവുക, പഠിക്കാൻ പോവുക, ആരും പറയണ്ട. ഈ പഠിതാക്കൾ മുഴുവനും ഈ ഖുർആനിനെ മുഴുവൻ പഠിക്കണം എന്ന് ആഗ്രഹം കാണിക്കുക ഇങ്ങോട്ട്. അതാ പറഞ്ഞത്, അത് നിങ്ങളെ പിടിച്ചു കുലുക്കും, വശീകരിക്കും. അത്രയേറെ വശ്യത പാരായണത്തിനുണ്ട്, ഖുർആന്റെ പാരായണത്തിന്. എന്തേ പണ്ട് കാലത്തൊക്കെ ഖുർആൻ പുറന്ന് ഉറക്കോതുമ്പോ പ്രശ്നം ഉണ്ടാക്കി അടുത്തവർക്കാർ? എന്തേ പ്രശ്നം ഉണ്ടാക്കി? അത് കേൾക്കാൻ നോക്കും, കേൾക്കാൻ പോവും. അങ്ങനെ തന്നെയാണത്.
ഏറ്റവും ഭംഗിയിൽ അതങ്ങ് പാരായണം ചെയ്താൽ ഒരു പാട്ടുമില്ല, അതിൻ്റെ ഒക്കെ പുറത്തത്, അതിൻ്റെ ഒക്കെ അപ്പുറത്താ. ഇതിന് വശ്യത ഉണ്ട്. ഇത് അത്രയും സമാധാനം നൽകും. ഖുർആൻ വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങൾ നന്നായി കേൾക്കണം. പിന്നെ ഒന്നും കൂടി പറഞ്ഞു, അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? സശ്രദ്ധം, ശബ്ദം ഉണ്ടാക്കാതെ. എന്നിട്ട് എന്താ പറഞ്ഞ്? അടുത്ത പദം എന്താ? അതാ കണക്ട് ചെയ്യുന്നു നോക്കണം എന്ന് പറഞ്ഞത്. എന്താ കണക്ട് ചെയ്ത്? റഹ്മത്ത് കിട്ടാനുള്ളൊരു വഴിയാത്. ഇന്ന് പുതിയ ശാസ്ത്ര മേഖലകളിലൊക്കെ പറയാൻ തുടങ്ങിയില്ലേ, ചിന്തകളുണ്ട്. എന്ത്? നല്ല ശബ്ദങ്ങൾ കേൾക്കണം. തിരക്ക് പിടിച്ച റോട്ടിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പോകുമ്പോൾ അയാളുടെ മനസ്സും അസ്വസ്ഥമാകും. നേരെ മറിച്ച് അതല്ലേ പെണ്ണുങ്ങൾ ഗർഭമാകുമ്പോഴേക്ക് പിന്നെ എന്ത് ചെയ്യല്? ചിലര് പാട്ട് കേൾപ്പിച്ചു കൊടുക്കൂ, നല്ല വർത്താനം മാത്രം പറയൂ, പുരയിൽ വർത്താനമൊക്കെ നന്നാവും. കാരണം കുഞ്ഞിവാവ നല്ലത് കേൾക്കട്ടെ. നല്ലത് കേട്ട് നല്ലത് വരും. അതുകൊണ്ട് ഇതിങ്ങനെ പാരായണം ചെയ്തു കൊടുക്കാൻ, കേൾപ്പിച്ചു കൊടുക്കാൻ ഒക്കെ അങ്ങനെ കൃത്യമായി വിശുദ്ധ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയുന്നു. പിന്നെ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ദീർഘിച്ചു പോകും. ഞാൻ 20 ഫേസുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാറുള്ളത്. അക്ഷരത്തിന് അറബിയിലെ 28 അക്ഷരങ്ങൾക്കും, അഥവാ ശബ്ദമുള്ള അക്ഷരങ്ങൾ 28 ആണല്ലോ. അലിഫൊക്കെ കൂട്ടിയിട്ട് 29 നോക്ക അല്ലെങ്കിൽ 30 നോക്കെ എണ്ണുന്ന ഒരുപാട് അഭിപ്രായങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ ശബ്ദമുള്ള അനുഭവമുള്ള അക്ഷരങ്ങൾ എത്രയാണ്? 28 ആണ്. അലിഫിനെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ അ, ഇ, ഹംസയാണ്. പിന്നെ ബ, ആ എന്നുള്ള ശബ്ദം ആരുടേതാണ്? അലിഫിൻ്റെതാണോ ഹംസന്റെ ആണോ? അ, ഇ, ഉ എന്നുള്ള ശബ്ദം ആരുടേതാണ്? അലിഫിൻ്റെതാണോ ഹംസയുടേതാണോ? അലിഫിന്റെ അല്ല, ഹംസയുടേതാണ്. ഹംസയുടെ. അല്ലാഹു എന്നുള്ളതിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ? അലിഫാന്നായിരിക്കും വേഗം പറയല്ലേ. ഹംസയാണ്. ഹംസ അവിടെ കാണാനില്ല എന്ന് മാത്രം. അപ്പൊ അവിടെ ഞാൻ പഠിപ്പിക്കാറുള്ളത് ഈ അക്ഷരങ്ങൾക്കൊക്കെ 20 ഫേസ് ആണുള്ളത്. 20 ഫേസ്, ഹാല് എന്ന് പറയാം അറബിയിൽ. 20 ഹാലുകൾ പഠിപ്പിക്കും. 20 ഹാല് പഠിപ്പിക്കുന്നതിൽ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ എവിടെ എത്തിയെന്നറിയോ? 10ാമത്തെ ഹാലിലെത്തി. 10ാമത്തെ ഹാല് സുക്കൂനാണ്. സുക്കൂൻ. നമ്മൾ സുക്കൂൻ പഠിപ്പിക്കൽ എപ്പോഴാണ്? 4ാമത് ബ, ബി, ബു, ബ്, ത, തി, തു, ത് അല്ലേ? തു, ത് ഞങ്ങൾ പഠിപ്പിച്ച്. അതുകൊണ്ട് ഇനി എവിടൊക്കെ ഖുർആനിൽ ത് ഉണ്ടോ അതൊക്കെ നമ്മൾ ഓതും. എങ്ങനെ ഓതല്? ത് ഓതും. അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിയത് വ ഇലൽ ജിബാലി കൈഫ നുസിബത്. എല്ലാം നല്ല ഉഷാറായിട്ട് ത് ത്. എന്താ കുഴപ്പമെന്നറിയോ? താ സുക്കൂൻ ത് എന്ന് പഠിപ്പിച്ച് നമ്മളെ സിസ്റ്റം ഈ 10ാമത്തെ ഹാല് വരുമ്പോ, സുക്കൂൻ വരുമ്പോ 28ൽ 5 അക്ഷരങ്ങൾ മാത്രമേ ഇങ്ങനെ പറയേണ്ടതുള്ളൂ, വെച്ച് പറയേണ്ടതുള്ളൂ. ഖാഫ്, ത, ബ, ജീം, ദാൽ. നന്നായിട്ട് എന്താ പറയാ? ഖുതുബ് ജദ്. ഖുതുബ് മീനാർ കേട്ടില്ല നിങ്ങള്? മീനാർ ഒഴിവാക്കി ജദ്ദാക്കുക. ഖുതുബ് ജദ്. ഖുതുബ് ജദ് എന്ന 5 അക്ഷരങ്ങൾ. അതിനാണ് ഞാൻ സൂറത്തുൽ ബുറൂജ് ആമുഖമായി ഓതി വെച്ചത്. അർത്ഥം പറയാതെ ഓതിപ്പോയി എന്നാരും പറയരുത്. ഞാനത് തജ്വീദിന്റെ ഭാഗമായിട്ടാണ് ആമുഖ ആ സൂറത്ത് ഓതിയത്. വസ്സമാഇ ദാതിൽ ബുറൂജ് എന്നോതിയാ പോരാ, ആ ജീമ് ക്ലിയർ ചെയ്യണം. വസ്സമാഇ ദാതിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ്. ദാല്, ഖാഫ്, ത, ബ, ജീം, ദാല്. സൂറത്തുൽ ഇഖ്ലാസ് എങ്ങനെ ഓതുക? ഖുൽ ഹുവല്ലാഹു ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ശരിയായോ? ഇല്ല. അതിനാകർഷണം വരുന്നത്, വശ്യതയുണ്ടാകുന്നത്, അക്ഷരസ്ഫുടത പൂർണ്ണമാകുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ദാൽ കേൾക്കണം.
ഖുത്ബുജ്ജദ്. അതാണ് 10ാമത്തെ ഹാലിലെ നിയമങ്ങൾ കേട്ടോ. 10ാമത്തെ ഹാലിൽ ഖൽഖല എന്ന നിയമമാണ് അതിന്റെ സാങ്കേതിക പദപ്രയോഗം. ഇനി 11 മുതലുള്ള ഹാലുകളിലൊക്കെ ഷദ് വരും. ഷദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ കാണുന്നത് സദ്ദല്ല, ഷദ്ദാണ്. കട്ടി കൂടുതൽ വരും. നാ തിരിച്ചിട്ട പോലെ അല്ലെങ്കിൽ ധ എഴുതിയ പോലെ. ഞാൻ അങ്ങനെ പറയാത്ത ധ ചിലപ്പോൾ തിരിഞ്ഞില്ല അങ്ങനെ വിചാരിച്ചിട്ടാ. W പോലെ എഴുതുന്ന അതിനാണ് ഷദ് എന്ന് പറയാം. ഷദ്ദിട്ടാല് എല്ലാ അക്ഷരങ്ങളും ഒരുപോലെയല്ല. 2 അക്ഷരങ്ങളുണ്ട് ഷദ്ദിൽ വരുമ്പോ കുറച്ച് അവിടെയാണ് ഈണം രാഗം കുറച്ചധികം വരുന്നത്. നമ്മൾ സാധാരണ ദീർഘം പറഞ്ഞില്ലേ, സാധാരണ ദീർഘം തന്നെയാണ് ഗുന്നയുടെ ടൈമിങ്. ഞാൻ അതിനും ഒരു പാട്ടാ കുട്ടികളെ പഠിപ്പിക്കാൻ എടുത്ത്. അതേതാണെന്നറിയോ? നേരത്തെ പറഞ്ഞ നിയമം കൂടി പാലിക്കണം കേട്ടോ പാട്ടില്. മുഫഖമ ഇസ്തിഫാലത്ത് പാലിക്കുന്നുണ്ടോ നോക്കണം. എന്താ മാറ്റം? ഒരു പാട്ട് പാടിയ മാത്രം. ഈ കുട്ടി ഇനി എവിടെ സൂറത്തു നബ ഒന്ന് ഓതാൻ പറഞ്ഞ കുട്ടി എന്താ ഓതുകയെന്നറിയോ? അമ്മയത്തെ സാലു എന്ന് ഓതൂല. കാരണം കുട്ടി പാട്ടിൽ ലാസ്റ്റ് വരിയിൽ പഠിച്ചത് കക്കാലല്ല മമ്മാനന്ന എന്നല്ല. പിന്നെയോ പാട്ട് കൃത്യമായി കുട്ടി പഠിച്ചിട്ടുണ്ട്. കക്കാലല്ല മമ്മനന്ന. അതുകൊണ്ട് സൂറത്തുൽ നബ ഓതാൻ പറഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം എന്നോതും. മീമും നൂനും ശബ്ദ വന്നാൽ മണിക്കും. മണിക്കേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? മീമുൻ നൂനെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? മീമുൻ നൂനും മണിക്കണമെങ്കിൽ മാലിക്കീന്ന് ഓതേണ്ടി വരൂലേ? മീമുൻ നൂനും മണിക്കണ്ട. മീമുൻ നൂനും എപ്പോഴാണ് മണിക്കേണ്ടതെന്ന് കൂടി പറയണം. മീം ശബ്ദ, നൂൻ ശബ്ദ. അവിടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നിടത്തും അങ്ങനെ ഒരു ചെറിയ ബന്ധമുണ്ട്. അപ്പൊ മീമുൻ നൂനും ശബ്ദ വരുമ്പോൾ മണിക്കണം. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി എന്നല്ല. പിന്നെയോ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് അത് യെസ് ഇന്നല്ലദീന ആമനു ലെ സൂറത്തു ദഹറിൽ ഇന്നൽ അബ്റാറ അതിൽ തൊട്ടുമ്പത്തായത്ത് ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ ഇന്നാ أعتدنا للكافرين سلاسل وأغلالا وسعيرا إن الأبرار ഇങ്ങനെ നൂന് മീമ് ശബ്ദ വരുമ്പോൾ അത് കൂടുതൽ മണിക്കണം. ഹമ്മാസിൻ മശാഇൻ ബിനമീം എങ്ങനെ ഓതാ? ഹമ്മാസിൻ. പിന്നെ വേഗം ഹമ്മാസ് ശ്രദ്ധിക്കും, മശാ മറന്നു. നമ്മളൊന്ന് ഓതി നോക്കണ്ടേ? അങ്ങനെ സംഭവിക്കല്. ഹമ്മാസിൻ മശാഇൻ ഓതുക. അല്ല മീമും പഠിക്കണം. ഹമ്മാസിൻ മശാഇൻ ബിനമീം എന്ന് ഓതണം. ആര് നമ്മളൊക്കെ ഓതണം അങ്ങനെ. ഇനി മുതൽ നമ്മുടെ പാരായണങ്ങൾ അങ്ങനെ ചെയ്യാം, അങ്ങനെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അവസാനിപ്പിക്കാം. തീർന്ന്. ഇനിയുള്ളത് സുക്കൂനുള്ള നൂനില്ലേ, അൻഅംത. അതുപോലെ തൻവീനില്ലേ, തവ്വാബൻ എന്നൊക്കെ വരുന്നത്, ബൻ ബിൻ ബുൻ എന്നൊക്കെ വരുന്നത്. ഇതിലും ഉണ്ട് ചില നിയമം. ഇവിടെയാണ് കേട്ടോ വലിയ വിശാലമായ സംഗതി ഉള്ളത്. ഈ സാക്കിനായ നൂന് തൻവീൻ എന്ന് പറയും. ഇത് അടുത്ത അക്ഷരത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ പുതിയ 5 താളരസങ്ങൾ ജന്മമെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ തജ്വീദ് ശാസ്ത്രത്തിലെ പ്രധാനം. പുതിയതുണ്ടാവുകയാണ് അവിടെ. തജ്വീദിന്റെ ഒരു ഭാഗം അതാണ്.
കണക്ട് ചെയ്യുമ്പോണ്ടാകുന്നത്. ഇപ്പം നമ്മൾ പിന്നെ സൂറത്തുൽ ഫജ്റിലെ ഒരു ആയത്തെടുക്കാം. ഏതാ? യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറു അൽ ഇൻസാനു. ഇവിടെയൊക്കെ നൂനു സാക്കിനയും തൻവീനും മൂന്നാലെണ്ണം ആവർത്തിച്ചു വന്നല്ലോ. നമ്മൾ ഓതാറുള്ളത് വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ എന്നാണ്. നേരത്തെ പറഞ്ഞ ഷദ് മണിക്കുന്നതും ഇതുകൂടെ ചേർത്താൽ ആ ആയത്തിൽ വരുന്ന താളരസങ്ങൾ നോക്കണം. അതിനാ നമ്മൾ ഇൽഹാർ, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാഗുന്ന എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതാണ് ഈ 5 താളരസങ്ങൾ. വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ യൗമഇദിൻ യൗമഇദിൻ യൗമഇദിൻ. രണ്ടെണ്ണം കണക്ട് ചെയ്ത് തൻവീന് ശേഷം യായിലേക്ക് പോകുമ്പോൾ ഇദ്ഗാം ബിഗുൻ ഹറകതൈൻ, 2 അക്ഷരത്തിന്റെ സമയം കൂടെ എടുത്തിട്ട് ഇദ്ഗാം ലയിപ്പിക്കുക മണിച്ചുകൊണ്ട്. യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. അങ്ങനെ ഓക്കെ, തൻവീന് അവിടെ അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മയൊക്കെ തജ്വീദോടുകൂടെ പാരായണം ചെയ്യാനും ജീവിതത്തിൽ ഖുർആനിന്റെ ആശയങ്ങൾ പകർത്തി ജീവിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. 29 സൂറത്തുകൾക്ക് പ്രത്യേകമായ ഒരു പ്രത്യേകത ഉണ്ട്. ഖുർആനിലെ 29 സൂറത്തിന് എന്താന്ന് പറയാൻ പറ്റുമോ? 29-ാമത്തല്ല, 29 എണ്ണത്തിന്. കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് അത് തുടങ്ങുന്നത്. മോനെ മൊബൈലും തരുമോ? കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് 29 അക്ഷരങ്ങൾ സൂറത്തുകൾ തുടങ്ങുന്നത്. കേവലാക്ഷരം അത്ഭുതമാണ് അല്ലേ? അല്ലാഹു ആലം അതിന്റെ അർത്ഥങ്ങൾ. പക്ഷെ അതിൽ വേറെ കുറെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാലോചിക്കാൻ. ഏതായിരുന്നാലും ആ കേവലാക്ഷരങ്ങൾ ഓതുന്നത് എങ്ങനെയാ ഓതേണ്ടത്? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ ആണോ? ഹുദൽ ലിൽ മുത്തഖീൻ. എങ്ങനെ അലിഫ് ലാം മീം ഓതുക? മൈക്കിൽ ഓതുവോ? അങ്ങനെ ഓതേണ്ടത്. അലിഫിന് ദീർഘല്ല, ലാമിനും മീമിനും ദീർഘമുണ്ട്. 14 അക്ഷരം കൊണ്ടാണ് കേവലാക്ഷരങ്ങൾ കൂട്ടിഘടിപ്പിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു അനുഭവമുള്ള 28 അക്ഷരങ്ങളുടെ നേർപകുതിയാണ് 14 അക്ഷരങ്ങൾ കൊണ്ടാണ് കേവലാക്ഷരങ്ങൾ രൂപപ്പെടുത്തിയത്. അതിൽ 8 അക്ഷരം നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? നീട്ടേണ്ടതാണ്. 6 അക്ഷരത്തിന്റെ സമയം നീട്ടണം. അങ്ങനെയുണ്ട്. ബാക്കി ഒരക്ഷരം തീരെ നീട്ടൂല. അപ്പൊ 9. പിന്നെ 5 അക്ഷരമുണ്ട്. ആ 5 അക്ഷരങ്ങൾക്ക് പിന്നെ സാധാരണ ദീർഘം ഉണ്ടാവും. അത് ഹയ്യുൻ തൊഹുറ എന്നൊക്കെ നമ്മൾ എളുപ്പത്തിന് പഠിക്കലുണ്ട്. ഹ യ ത്വ ഹ റ ഇത്രയും. അതുകൊണ്ടാണ് ഹാമീം ഓതാറ്. നമ്മളെങ്ങനെ ഹാമീം ഓതൽ? മിക്കവാറും ആൾക്കാർ ഹാമീം മീമിന് ശബ്ദം കൊടുക്കുന്നുണ്ട്, ഹാ നീട്ടും. ഇവിടെ മീമിന് ശബ്ദില്ല, കേവലാക്ഷരാണ്, ശബ്ദില്ല. അപ്പൊ ഹാ നീട്ടാൻ പാടില്ല. ഹാമീം. മീമ് 6 അക്ഷരത്തിന്റെ ദൈർഘ്യം നൽകി ഓതണം. ഞാൻ ആ കേവലാക്ഷരങ്ങൾ മൊത്തം ഓതി തരാം, ശ്രദ്ധിച്ചോളൂ. അലിഫ് ലാം മീം. ഇവിടെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ലാം എന്തിനാ 6 ലദ്യം നീട്ടിയെന്ന്. 6 ലദ്യം നീട്ടല്ല. ലാം എന്നിടത്ത് മീമാണ് അവസാനം അല്ലേ? പിന്നെ അടുത്ത അക്ഷരം ഏതാ? മീ എന്നുള്ള മീമാണ്. ലാമ് മീമുസാക്കിന മീമിലേക്ക് കടക്കുമ്പോൾ 2 അക്ഷരത്തിന്റെ അധികം സമയം കൊടുത്ത് മണിക്കണം. ചിലരൊക്കെ നീട്ടലുണ്ട് ലാമ് എന്നുള്ളത്, പക്ഷെ മീമ് അലിഫ് ലാം മീം ഖത, തെറ്റ്. അലിഫ് ലാം മീം ഇങ്ങനെയാണ് ഓതേണ്ടത്. നേരത്തെ 20 ഹാലുകളിൽ പഠിച്ച ഒരുപാട് നിയമങ്ങൾ ഇതിനകത്ത് ചേർക്കേണ്ടതുണ്ടെന്നർത്ഥം. ഹാമീം
ഖാഫ് കാഫ് ഹാ യാ ഐൻ സ്വാദ് ഖൽഖല പത്താമത്തെ ഹാല് സ്വാദ് സ്വാദ് പോരാ സ്വാദ് കാഫ് ഹാ യാ ഐൻ സ്വാദ് നൂൻ സ്വാദ് യാസീൻ ത്വാഹ രണ്ട് ദീർഘം ത്വാഉം ഹാഉം ത്വാഹ ത്വാസീം മീം ത്വാസീം അലിഫ് ലാം റാ അലിഫ് ലാം മീം റാ നീട്ടാൻ പാടില്ല റാ അലിഫ് ലാം മീം സ്വാദ് ഇങ്ങനെ പോകുന്നു ദീർഘങ്ങൾ 9 എണ്ണേ ഉള്ളൂ. ഹാമീം തന്നെ 7 സ്ഥലത്തുണ്ട്. ഒരു പ്രാവശ്യം പഠിച്ചാൽ മതി, എന്നാൽ ഓതാൻ പറ്റും. സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ വന്ന ഒരു ചെറിയോളെ അല്ല ജില്ലാ മത്സരത്തിൽ മത്സരിക്കുന്ന ഒരു മോള് ഏറ്റവും നന്നായി ഓതി. പക്ഷേ നമുക്ക് തോന്നി അവസാനം ഒരു സൂറത്തും കൂടി ഓതാൻ കൊടുക്കുകയെന്ന്. ഓതാൻ കൊടുത്തത് കുട്ടിയുടെ ദൗർഭാഗ്യം കേവലാക്ഷരമുള്ള സൂറത്തായിരുന്നു. കുട്ടിക്ക് അലിഫ്ലാം റാ ഓതാൻ കിട്ടിയില്ല. അലിഫ്ലാം മീം റാ ഒക്കെ ചിലർ അലമുറ എന്നൊക്കെ ചൊല്ലും പോലെയാ. ഒരു അലമുറ ഇടല, അല്ലാതെ എങ്ങനെയാണ് അത് മാത്രം ടീച്ചർ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ടീച്ചർമാരും രക്ഷിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മത്സരത്തിനൊക്കെ പോകുന്ന കുട്ടികളെയൊക്കെ 29 സൂറത്തിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എങ്കിലും ഒന്ന് നന്നായി എന്നാ കുട്ടികളെ കുടുങ്ങൂല, പഠിപ്പിച്ചു വെക്കണം. കേവലാക്ഷരങ്ങൾ ഒരു ബഹ്റാണ്. അതിലെ തജ്വീദ് വളരെ രസകരമായി പഠിക്കാൻ പറ്റുന്ന ഒരു ബഹ്റാണ്. ഞാൻ അവിടെ അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, പിന്നെ തജ്വീദ് പഠിപ്പിക്കാൻ നാട്ടിൽ പലയിടങ്ങളിലും പലരും നടത്തുന്ന സംരംഭങ്ങളുണ്ട്. നമ്മളതൊന്ന് പഠിക്കണം. QLS ഒക്കെ ലൈവല്ല, പലയിടങ്ങളിലും ഒരു എന്താ പറയാ, അങ്ങനെ നടന്നു പോവാണ്. അതിൽ ആളുകൾ വരുന്നില്ല. എന്താ കാരണം എന്നറിയോ? ആളുകൾക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ പണ്ട് കിട്ടിയ പോലെ കിട്ടിയാൽ പോരപ്പോ ആൾക്കാർക്ക് എന്തായാലും പണ്ട് കിട്ടിയ പോലെ ഒന്നും പോരാ. അപ്പൊ അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യുക. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഖുർആൻ നമുക്ക് ഓതി കൊടുക്കാനാവൂല ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും. അത് നല്ല ഖാരിഈങ്ങളുടെ ഖിറാഅത്ത് റെക്കോർഡഡ് സംഭവം CD-യിൽ, കാസറ്റിൽ, TV-യിലോ ഇതിലോ വെച്ചിട്ട്, കമ്പ്യൂട്ടറിലോ വെച്ചിട്ട് കേൾക്കാൻ ഒരു അവസരം കൊടുക്കുക. ഉസ്താദ് നേരം വൈകിയാലും നേരത്തെ വന്നിരുന്ന് കേൾക്കാൻ തുടങ്ങും. നിങ്ങൾ നോക്കിക്കൊണ്ട് ക്ലാസ്സിൽ സജീവമായിരിക്കും, എല്ലാവരും ടൈമിനെത്താൻ തുടങ്ങും. പിന്നെ ഒരു 20 മിനിറ്റ് പാരായണം കേൾപ്പിക്കുന്ന ക്ലാസ്സായി കഴിഞ്ഞാൽ അവിടെ ആളുകൾ ഇത് കേൾക്കാൻ വേണ്ടി അങ്ങനെ വന്ന് പാരായണം നന്നായി പഠിക്കും. അങ്ങനെ നമുക്കൊക്കെ പഠിക്കാൻ കഴിയും. ഞാൻ അതിനുള്ള സംരംഭങ്ങൾ എൻ്റെ നാട്ടിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് TTQ എന്ന കോഴ്സാണ്. ഞാൻ അതിനുവേണ്ടി പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശാല വീക്ഷണത്തോടുകൂടെ, പരസ്പര സ്നേഹ സൗഹാർദ്ദത്തോടെ, ഐക്യമനസ്സോടുകൂടെ എല്ലാവരോടും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പെരുമാറി നല്ല മനുഷ്യരായി, നല്ല വിശ്വാസികളായി, മുഅ്മിനുകളായി ജീവിക്കാൻ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് ചെയ്ത് അനുഗ്രഹം ചൊരിയണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുപാട് ആളുകൾ പല നിലക്കും പ്രയാസപ്പെടുന്നവരുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, വൈഷമ്യങ്ങൾ നേരിടുന്നവരുണ്ട്, മാനസികമായി പ്രയാസപ്പെടുന്നവർ, ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, സാമ്പത്തികമായി പ്രതിസന്ധികൾ നേരിടുന്നവർ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു തരണമേ റഹ്മാനെ. നന്മ കൊണ്ട് പരീക്ഷിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്ന അതിഭാഗ്യവാന്മാരിൽ അതിഭാഗ്യവതികളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നന്മയെന്ന് കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുവാനും പ്രാവർത്തികമാക്കുവാനും, ജീവിതത്തിൽ തിന്മയുണ്ടെന്നറിഞ്ഞാൽ അതപ്പാടെ വർജിക്കുവാനുമുള്ള കരുത്തുറ്റ ഈമാൻ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് രോഗികളും ബന്ധുക്കളുമുണ്ട്. അവരുടെയൊക്കെ
അവരുടെയൊക്കെ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് കശ്ഫ് നൽകണമേ. കാശിഫായ അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് ശിഫ നൽകണമേ. ഷാഫിയായ അല്ലാഹുവേ, اللهم رب الناس اذهب البأس اشفي انت الشافي لا شفاء الا شفاءك شفاء لا يغادر سقما. اللهم انت ربنا فارزقنا الاستقامه. اللهم انت ربنا فارزقنا الاستقامه. اللهم انت ربنا فارزقنا الاستقامه. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا وأجر زوجاتنا وأجر ذرياتنا من النار. اللهم أعز الإسلام والمسلمين. اللهم ربنا نجنا ونج علماءنا ونج دعاتنا ونج أمراءنا وسادتنا من أيدي الظالمين ومن كيد الظالمين. نجنا ونجهم من حبس الظالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إننا نسألك باسمك الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أن تغفر لنا ذنوبنا إنك أنت الغفور الرحيم. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. اللهم اجعل القرآن إماما لنا. اللهم اجعل القرآن شفيعا لنا لعيوب أعمالنا يوم القيامة يا رب العالمين. اللهم اجعلنا من الذين يتلون القرآن حق تلاوته واجعلنا من الذين يدرسون القرآن حق دراسته واجعلنا من الذين يعملون بالقرآن حق عمله يا رب العالمين يا رب العالمين. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين. സഹോദരങ്ങളെ സഹോദരികളെ ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.